ഗായ്സ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? നമ്മൾ ടൂറിനൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ നിന്ന് മാറി നിന്ന് കുറേ ദിവസം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണത്തോട് വല്ലാത്തൊരു കൊതിയായിരിക്കും അല്ലേ? പക്ഷെ അതേസമയം നമ്മൾ ഭയങ്കര ടയേർഡും ആയിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ പെരക്ക്. ഈ പെരക്ക് കേരളത്തിലെ ഒരു ജില്ലക്കാരുടെ ഫേവറേറ്റ് ഫുഡാണ്. പണ്ട് കാലങ്ങളിലൊക്കെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് ഈ പെരക്ക്. ഏത് ജില്ലയുടെ കറിയാണെന്ന് അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അവസാനം പറയാം, ഒരു സസ്പെൻസ്. അപ്പോൾ ആദ്യം തക്കാളി എടുത്തിട്ട് ഇങ്ങനെ കുനുകുനി അരിയ ചെറുതായിട്ട്. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള അരിയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളൊരു സവാള അരിയൽ എക്സ്പേർട്ടാണ്. ഞാനിത് ഇങ്ങനെ എപ്പോഴും 2 സവാളയാണെങ്കിൽ ഇങ്ങനെ ചോപ്പറിലിട്ടിട്ട് മാത്രമേ അരിയാറുള്ളൂ. പിന്നെ ഈ പെരക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സദ്യയൊക്കെ കുറച്ച് ആഡംബരമായി. അതുകൊണ്ട് ഇപ്പോഴത്തെ സദ്യകളിലൊന്നും നിങ്ങൾക്ക് ഈ പെരക്ക് കാണാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമുക്ക് തെയ്യക്കാവുകളിലും മറ്റ് ചെറിയ ചെറിയ ചടങ്ങുകളിലൊക്കെ, വീട്ടുകാർ നടത്തുന്ന ചടങ്ങുകളിലൊക്കെ എന്തായാലും ഒരു പെരക്കുണ്ടായിരിക്കും. അങ്ങനെ കണ്ണു നീറാതെ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് 2 പച്ചമുളകും ഇഞ്ചിയാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു പച്ചമുളക് കൂടി ആയിക്കോളൂ. എരിവ് കുറച്ചാണ് വേണ്ടതെങ്കിൽ പിന്നെ ഒരു പച്ചമുളക് ഉണ്ടെങ്കിലും മതിയാവും. ഇനിയാണ് ശരിക്കുള്ള പ്രോസസ്സ്. തക്കാളിയും സവാളയും കൂടി നന്നായിട്ട് കൈ കൊണ്ട് പെരക്കുക. പിന്നെ അങ്ങ് ആടിയിടി ഒന്നും നോക്കാണ്ട് ഒറ്റ പെരക്കലാണ്. ഇങ്ങനെ പെരക്കുന്നതുകൊണ്ടാണോ ഇനി പെരക്കുന്നില്ല പേര് കിട്ടിയേ? ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലേ ഏത് ജില്ലക്കാരുടെ കറിയാണെന്ന്? അതെ, കണ്ണൂരുകാരുടെ സ്വന്തം പെരക്ക്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് സാലഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സാലഡല്ല. എന്നാൽ പച്ചടിയാണോ എന്ന് ചോദിച്ചാൽ ഇത് പച്ചടിയല്ല. ഇനി വേണ്ടത് തേങ്ങയാണ്. പക്ഷെ ഇത്രയും തേങ്ങ കൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ തേങ്ങ ചിരവുമ്പോൾ 1-2 ആഴ്ചത്തേക്ക് ഒന്നിച്ച് ചിരവി ഫ്രിഡ്ജിലങ്ങ് വയ്ക്കും. ഇത് ഗ്രൈൻഡറിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ചിരവയാണ് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ഈ ചിരവ മെഷീൻ വാങ്ങാതെ, പലരും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇനി ഇല്ലാത്തവർ ഗ്രൈൻഡർ ഇനി വാങ്ങുന്നുണ്ടെങ്കിൽ ചിരവ് കൂടിയുള്ള ഒരു ഗ്രൈൻഡർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 in 1 ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെക്കുക. പിന്നെ ഈ പെരക്കിൻ്റെ ഒരു തമാശ പറയുകയാണെങ്കിൽ, നിങ്ങൾ കണ്ണൂർ പോയിട്ട് ഒരു 10 വീട്ടിൽ നിങ്ങൾ അറിയിക്കാതെ ഉച്ചഭക്ഷണ സമയത്ത് പോവുകയാണെങ്കിൽ 10-ൽ 3 വീട്ടിലെങ്കിലും ഈ കറി, ഈ പെരക്കുണ്ടാവും. ഒരു ചാലഞ്ചാണ് കേട്ടോ. ഇല്ലെങ്കിൽ എന്നോട് പറയാം. ഇനി പച്ചമുളകും ഇഞ്ചിയും ഈ തേങ്ങയും കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി കടുക് ചേർക്കുക. അത് കഴിഞ്ഞ് കുറച്ച് തൈരും കൂടി ചേർക്കുക. ഇതിന് മോരാണ് വേണ്ടത്. അപ്പോൾ തൈര് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മോരായല്ലോ. ആദ്യം അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കട്ടിയിൽ അരച്ചെടുക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് മോരോ വെള്ളമൊക്കെ ചേർക്കാം. ഇനി ഈ അരപ്പ് ആ തക്കാളി സവാള അരിഞ്ഞു വെച്ച, പെരക്കി വെച്ച അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പുളി നോക്കുക. അപ്പോൾ പുളി കുറവാണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി മോരൊഴിക്കുക. മോരില്ലെങ്കിൽ തൈരെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇനിയിപ്പോൾ പുളി ആവശ്യത്തിനുണ്ടെങ്കിൽ മോരിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കടുകും എണ്ണയിലിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കുക. ഇതേ അങ്ങനെ തക്കാളിപ്പരക്ക് റെഡിയായി. ഇതിൻ്റെ കൂടെ ഒരു പരിപ്പ് മുളക്, പിന്നെ ഒരു അച്ചാറുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും.
അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ഇനി വീണ്ടും കാണാം. അതുവരെ ബൈ. അതിനു മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.